കൃപാസന മാതാവിന് 1000 നന്ദി. എനിക്കൊരു ഭവനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പള്ളിയിലെ കുർബാന കഴിഞ്ഞ് വരുമ്പോൾ ഒരു സഹോദരി എനിക്ക് കൃതാസമം പത്രം തന്നത്. പത്രം തരുമ്പോൾ എന്നോടൊരു വാക്ക് പറഞ്ഞു, ചേച്ചി ഇത് കൃത്യമായിട്ടും വായിക്കണം എന്ന്. അങ്ങനെ ഞാൻ അത് അപ്പം തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. മാതാവേ, ഞാൻ ഇത് മുഴുവനും കൃത്യമായും വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചോളാം. പ്രാർത്ഥിക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടുന്ന് ആ ഒരു എൻ്റെ വീട് പണിയുടെ എല്ലാ തടസ്സങ്ങളും മാറ്റി എനിക്ക് നല്ലൊരു വീട് പണിത് തരണമെന്ന് ഞാൻ മാതാവിന് അപേക്ഷിച്ചു, പ്രതിജ്ഞ എടുത്തു. അത് കഴിഞ്ഞ് വീട് പണിയായിട്ട് 5 വർഷമായിട്ട് തറ കെട്ടി കിടക്കായിരുന്നു. യാതൊരു മാർഗ്ഗവും എനിക്ക് വീട് പണിയാനുണ്ടായിരുന്നില്ല. പല തടസ്സങ്ങൾ കാരണം കൊണ്ട് അത് പണിയാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. അങ്ങനെയൊക്കെയല്ലേ മാതാവിനെ പ്രതിജ്ഞ എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഭാഗമായി ഞാൻ ഒരു ദിവസം ഇവിടെ വരികയും മാതാവിനോട് വന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ച് പോയി. മാതാവേ, എനിക്കിത് സാധിപ്പിച്ച് തരികയാണെങ്കിൽ ഞാൻ ഉടമ്പടി എടുത്തോളാം എന്ന് മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഇവിടുന്ന് പോയത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വീട് പണിയാനായിട്ടുള്ള എല്ലാ വക സഹായ സഹകരണങ്ങളും എല്ലാ ഭാഗത്തുനിന്നും ഞങ്ങളുടെ പള്ളിയിൽ നിന്നും മറ്റെല്ലാവരിൽ നിന്നും കിട്ടി. അത് ചെയ്തു തരാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ചെയ്തു തരാമെന്ന് പറഞ്ഞിരുന്നു. മാതാവേ, ഞാൻ ഉടമ്പടി എടുത്തോളാം എന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് ആദ്യത്തെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പോയി. 3-ാമത്തെ ദിവസം എന്നെ അന്വേഷിച്ചൊരു കൂട്ടർ വന്ന് പറഞ്ഞു, ചേച്ചി അപ്പോൾ എനിക്കിത്തിരി പൈസയുടെ ബുദ്ധിമുട്ടെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. അതുകൊണ്ടൊരു വ്യക്തി കണ്ട് പറഞ്ഞു, ചേച്ചി ഞാൻ ചേച്ചിക്ക് ഇത്തിരി പൈസ തരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷം എന്ന് പറഞ്ഞ് അങ്ങനെ പോന്നു. ഇത്ര ഒന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ വന്നിട്ട് എന്ന് പറഞ്ഞു, ചേച്ചിക്ക് 1 ലക്ഷം രൂപയാണ് ഞാൻ തരാൻ പോണത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷം കൊണ്ട് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ആ നിമിഷം തന്നെ ഞാൻ മാതാവിനോട് നന്ദി പറഞ്ഞു. കൃപാസന മാതാവേ നന്ദി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് വീട് പണിക്ക് എല്ലാം റെഡിയായി വന്ന് ഞാൻ എൻ്റെ വീട് പണി പൂർത്തീകരിക്കാൻ എനിക്ക് 4 മാസം എടുത്തു വീട് പണി പൂർത്തീകരിക്കാനായിട്ട്. പലവരുടെയും പള്ളിയിൽ നിന്നും ഒരു സഹായം എനിക്കുണ്ടായിരുന്നു. ആ സഹായത്താലും മറ്റുള്ളവരുടെ സഹായത്താലാണ് എനിക്കൊരു വീട് പണിത് കിട്ടിയത്. അതിലും ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് കൃപാസന മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രത്യേകം പ്രാർത്ഥിച്ച് വീട് പണി കഴിയാതെ 5 വർഷത്തോളം കിടന്ന ഇതാണ് ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം 3.5 മാസത്തിനുള്ളിൽ എൻ്റെ വീട് പണി പൂർത്തിയായി. 4-ാം മാസം കഴിഞ്ഞ മാസത്തിലാണ് ഞങ്ങൾ വീട്ടിൽ കയറി താമസിച്ച്. ഇന്നലേക്കൊരു മാസം തികയാണ് എൻ്റെ വീട് പണി നടന്നു കിട്ടുന്നത്. നല്ല മനോഹരമായ വീടാണ് എനിക്ക് മാതാവ് ഈശോയോട് പറഞ്ഞ് തന്നിരിക്കുന്നത്. ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂന്തോട്ടം തന്നു എന്ന് പറഞ്ഞതുപോലെ അത്രയും മനോഹരമായൊരു വീടും എല്ലാ സൗകര്യങ്ങളോടും കൂടി എനിക്ക് വീട് ഒരുക്കി തന്നു. അതിനൊരു 1000 നന്ദി മാതാവിനോടും ഈശോയോടും ഞാൻ പറയാണ്. അത് കൃപാസനം പത്രം വഴിയാണ്. ആ പത്രം ഞാൻ ഇതിക്ക് മുമ്പ് വായിച്ചിരുന്നെങ്കിലും അത് വായിക്കും, അവിടെ വയ്ക്കും, അങ്ങനെയായിരുന്നു. ഇത് അത്രയും ആത്മാർത്ഥമായി പ്രതിജ്ഞ എടുത്താവാ അത് എൻ്റെ മനസ്സിൽ ഹൃദയത്തിൽ പതിച്ചതാണ്. ആ പ്രകാരം താണ് എനിക്കിത് കിട്ടിയത്. മാതാവിനോട് ഒരുപാട് നന്ദി. അതുകൊണ്ട് ഞാൻ വീണ്ടും കൃപാസനത്തിൽ 2-ാമത്തെ ഉടമ്പടി എടുത്തു പോയി. അടുത്ത മാസം 3-ാമത്തെ ഉടമ്പടിയും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നന്ദി മാതാവിനെ, ഈശോയ്ക്ക് നന്ദി, ഈശോയ്ക്ക് സ്തുതി. കാരുണ്യപ്രവൃത്തി ഞാൻ ചെയ്തിരുന്നു. ഇവിടുന്ന് പത്രം കൊണ്ടുപോയി അത് ഞാൻ എല്ലായിടത്തും പോയി കൊടുത്തിരുന്നു. അതുപോലെ തന്നെ അനാഥാശ്രമങ്ങളിൽ ചെല്ലും, അവരുടെ റൂമുകൾ കഴുകി വൃത്തിയാക്കുക, അവരുടെ പ്ലേറ്റുകൾ വൃത്തിയാക്കുക, അങ്ങനെയുള്ള ചെറുവക രീതി കൂടെ ഞാൻ ചെയ്തിരുന്നു. പിന്നെ ഞങ്ങളുടെ ഇടവക പള്ളിയിലാണെങ്കിലും ഞാൻ അത്യാവശ്യം അവിടെ വേണ്ട പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു വരുന്നുണ്ട്. എല്ലാത്തിനും ഈശോയോട് നന്ദി പറയുന്നു. കൃപാസന മാതാവിനോട് നന്ദി പറയുന്നു. പ്രഭാഷകൻ 51:12 അവിടുന്ന് എന്നെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും ദുസ്ഥിതിയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. അതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദിയും സ്തുതിയും അർപ്പിക്കും. കർത്താവിൻ്റെ നാമത്തെ ഞാൻ എന്നും വാഴ്ത്തും. ജയ വർഗീസ് എന്ന ഈ സഹോദരി തൻ്റെ വാക്കുകളിലൂടെ തന്നെ നമ്മോട് സൂചിപ്പിച്ചു. 5 വർഷമായി ഭവനത്തിൻ്റെ അടിത്തറ കെട്ടിയിട്ട് യാതൊന്നും ചെയ്യാൻ നിർവാഹമില്ലാതെ ഏറെ സാമ്പത്തിക ഞെരുക്കത്തിലും കഷ്ടതയിലും കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സഹോദരിക്ക് ലഭിച്ച ഒരു കൃപാസനം പത്രം, അത് സഹോദരി പറയുന്നത് വായിക്കുവാൻ എനിക്ക് പ്രയാസമുള്ള വ്യക്തിയാണ്, എങ്കിലും വള്ളിപുള്ളി വിടാതെ ഞാൻ ഈ പത്രം മുഴുവനും വായിക്കും. അമ്മയുടെ സാന്നിധ്യം എൻ്റെ കുടുംബത്തിൽ അറിയിക്കണം. അതായിരുന്നു മകളുടെ ആദ്യത്തെ നിയോഗം. വീടിനകത്ത് തന്നെ ഇരുന്ന് കൃപാസനം പത്രം വള്ളിപുള്ളി വിടാതെ വായിക്കുവാൻ തീരുമാനിച്ച് അതൊരു പ്രാർത്ഥനയായും അമ്മയുടെ മുമ്പിൽ ഒരു ത്യാഗമായും സമർപ്പിച്ച് അമ്മയുടെ സാന്നിധ്യത്തെ കുടുംബത്തിലേക്ക് ക്ഷണിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ എങ്ങനെ ഒരു കാര്യത്തെ സമീപിക്കുന്നു
ആ രീതിയിൽ നമുക്ക് തിരികെ അതിൻ്റെ ഫലമുണ്ടാവുന്നു. നമുക്ക് കാഷ്വലായിട്ടാണ് ഒരു കാര്യത്തെ സമീപിക്കുന്നതെങ്കിൽ കാഷ്വലായിട്ടുള്ള ഇടപെടലുകൾ മാത്രമേ നമുക്കതിനകത്ത് ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ഒരു കാര്യത്തെ അതീവമായ സ്നേഹത്തോടും ആദരവോടും കൂടിയാണ് സമീപിക്കുന്നതെങ്കിൽ നമുക്ക് അതിനടുത്ത തിരികെയുള്ള റിട്ടേൺ നമുക്ക് ഉറപ്പുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃപാസനം പത്രം ചിലപ്പോഴെങ്കിലും ലഭിക്കുമ്പോൾ നമ്മൾ കരുതും, അവിടെ പോയി ഉടമ്പടി എടുത്ത് ഉടമ്പടി പുതുക്കി, അതുകൊണ്ട് ഇത്രയും പത്രം കയ്യിൽ കിട്ടി, ഇനി ഇതെങ്ങനെയെങ്കിലും കൊടുത്തു തീർത്ത് ഒരെണ്ണം വീട്ടിൽ പോലും വായിക്കാതെ മുഴുവനും കൊടുത്തു തീർത്താൽ അത്രയും ആശ്വാസമായെന്ന് ചിലരെങ്കിലും കരുതാറുണ്ട്. അത് വളരെ അപകടകരമായ ഒരു രീതിയല്ലേ? നമുക്ക് വിശ്വാസമില്ലാത്തത്, നമുക്ക് വായിക്കുവാൻ വേണ്ടി വിശ്വസ്തതയില്ലാത്തത്, നമുക്ക് പ്രാർത്ഥിച്ചാൽ കൃപ ലഭിക്കുമെന്ന് ഉറപ്പില്ലാത്തത് നമ്മൾ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമോ? നമ്മളെ തന്നെ ആത്മവഞ്ചകരായി മാറ്റുകയാണ്. മറിച്ച് നമ്മളത് വിശ്വാസത്തോടെ സ്വീകരിക്കുകയും, എത്രയോ മക്കൾ അവരുടെ ഉടമ്പടി സാക്ഷ്യങ്ങളിൽ ആവർത്തിച്ച് പറയും, ഞങ്ങൾ കൃപാസനത്തിൻ്റെ പത്രം തൈലം പൂശി കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അർഹതപ്പെട്ട കരങ്ങളിലേക്ക് എത്തണമേ എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചത് കൊടുക്കുമ്പോൾ അത് ഉചിതമായ കരങ്ങളിലെത്തുകയും ഞങ്ങളുടെ നിയോഗത്തിന് മേൽ സമയച്ചുരുക്കത്തിൽ അമ്മ ഇടപെടുകയും ചെയ്യുമെന്ന്. അതുകൊണ്ട് ഓർക്കണം, നാം കൈമാറുന്ന ഓരോ പത്രവും ഓരോ ദൈവിക സന്ദേശമാണ്. അത് ആകെ തകർന്നിരിക്കുന്ന വഴിയൊന്നുമില്ലാതിരിക്കുന്ന ഒരു ജീവിതത്തിന് ഒരു പുതിയ പ്രകാശവും പുതിയ വഴിയും വിട്ടുവാൻ വേണ്ടി ദൈവം കടന്നു ചെല്ലുന്ന വഴിയായിരിക്കും. അതാണ് ഈ അമ്മ പറയുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ ആ പത്രം കൊണ്ടുവന്ന് അതിനു മുമ്പ് പലതവണ അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു തവണ പോലും അത് സീരിയസ് ആയി എടുത്തിട്ടില്ല. കിട്ടുന്നത് മടക്കി വെക്കുകയോ ചിലപ്പോൾ അടപ്പി കത്തിക്കുകയോ ചെയ്തിട്ടുണ്ട്. അതിനപ്പുറമൊന്നും അതിന് വലിയ വില നോക്കിയിട്ടില്ല. പക്ഷേ ഒരിക്കൽ അതിനെ ആദരവോടെ സ്വീകരിക്കുകയും കുടുംബത്തിനത് സ്നേഹത്തോടു കൂടി വായിക്കുകയും അത് പ്രാർത്ഥനയായി അമ്മയ്ക്ക് സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ കാര്യങ്ങൾ മാറുകയാണ്. അതാണ് അമ്മ പറയുന്നത്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് അമ്മ മാതാവിൻ്റെ അരികിൽ വന്ന് കണ്ണീരോടുകൂടി ജീവിതം കൊടുത്ത് തിരികെ പോകുമ്പോൾ എനിക്കൊരാൾ വിളിച്ചിട്ട് പറയുന്നു, ഞാൻ സഹായിക്കാൻ ചെറിയൊരു സഹായം തരുന്നു. അമ്മ 10,000-ഉം 5,000-ഉം 20,000-ഉം പ്രതീക്ഷിച്ചു. അമ്മയുടെ കരങ്ങളിലേക്ക് അമ്മ കൂട്ടിയാൽ കൂടാത്തതാണ് കയ്യിൽ വെച്ച് കൊടുക്കുന്നത്. അമർത്തി കുലുക്കി നിറച്ചളന്ന് ദൈവം കൊടുക്കുന്നതിന് ഒരിക്കലും പരിമിതിയില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് അമ്മയുടെ കരങ്ങളിലേക്ക് ആദ്യത്തെ 1,00,000 രൂപ അമ്മയ്ക്ക് ആ വീടിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ കൊടുക്കുന്നത്. അത് ചെയ്തു തുടങ്ങി മുന്നോട്ട് പോകുമ്പോൾ പണ്ടെപ്പോഴോ കൊടുത്തൊരപേക്ഷ, പള്ളിയിൽ ഒരനക്കവുമില്ലാതെ പള്ളിയിൽ കിടന്നിരുന്നൊരപേക്ഷ, അതവിടെ പരിഗണിക്കപ്പെടുകയും അമ്മയ്ക്ക് അതും സഹായമായി തീരുകയും മറ്റു പലരും അമ്മയുടെ ഭവന നിർമ്മാണത്തിന് സഹായിക്കുകയും നിസ്സാരമായി ദിവസങ്ങൾക്കുള്ളിൽ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം ഒരു ബലവത്തായ ഭവനത്തിൻ്റെ സുരക്ഷിതത്വമായി അമ്മയ്ക്ക് മാറുകയാണ്. പ്രിയമുള്ളവരെ, വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി, ജീവിക്കേണ്ടതുപോലെ ഉടമ്പടി ജീവിച്ചാൽ മതി. അമ്മ അരികിലുണ്ട്, ഈശോ അനുഗ്രഹിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി തൻ്റെ സന്തോഷത്തോടു കൂടി ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. അമ്മ മാതാവ് ഈശോയും നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന്, സമയച്ചുരുക്ക അനുഗ്രഹത്തിന്, ഒന്നുമില്ലായ്മയിൽ വലിയ നന്മ ഒരുക്കി കൊടുത്ത ഈ അനുഗ്രഹത്തിന് അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.